ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൗതം വീട്ടിലെത്തിയ ശേഷം എല്ലാ വീഡിയോസും വസുന്ധരയെയും ശിവാനിയെയും ഗോപിനാഥിനെയും പാറുവിനെയും പ്രണവിനെയും എല്ലാവരെയും കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ശിവാനിയും വസുന്ധര ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇതിനെങ്ങാനും എൻ്റെ പേര് വിളിച്ചു പറയുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ വസുന്ധര ആ വീഡിയോസൊക്കെ കാണുന്നത്. പക്ഷേ മിഥുൻ വസുന്ധരയുടെ പേര് പറയുന്നില്ല. പക്ഷേ വസുന്ധര അറിയാതെ മിഥുന് യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് ഗൗതമിൻ്റെ സ്വന്തം അച്ഛനായിരിക്കും കേട്ടോ. ഗൗതമിൻ്റെ അച്ഛനാണ് എന്നൊന്നും അയാൾക്ക് അറിയില്ല. ഗൗതമിൻ്റെ ബിസിനസ്സിലെ ശത്രു ആയിരിക്കും കേട്ടോ അയാൾ. പിന്നീടുള്ള എപ്പിസോഡുകളിലാണ് ഇനി അയാളുടെ ഒരു വരവൊക്കെ ഉണ്ട്. അയാൾ അമേരിക്കയിൽ ഇരുന്നു കൊണ്ടാണ് മിഥുനെ സഹായിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഫോണിലൂടെ പറഞ്ഞ് സംസാരിക്കുന്നതും. ഗൗതം ബിസിനസ്സിൽ ഒരുപാട് വളർന്നു വരുന്നത് അയാൾക്ക് അത്രയ്ക്കധികം സഹിക്കെട്ടിട്ടാവും കേട്ടോ. ഇനി അയാളാണ് രംഗത്തിറങ്ങാൻ വേണ്ടി പോകുന്നത്. ആ സമയത്താണ് വസുന്ധര മനസ്സിലാക്കുന്നത് മിഥുനെ സഹായിച്ചിരുന്നത് ഇയാളാണെന്നുള്ള കാര്യമൊക്കെ. ആ എപ്പിസോഡുകളൊക്കെ വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ വസുന്ധര ശിവാനിയെയും കൂട്ടി ഗൗതമിനോട് ബാംഗ്ലൂർ യാത്രയ്ക്ക് വീണ്ടും പോവാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതം പറയുന്നുണ്ട്, അത് ശരിയാണ്, 2 ടിക്കറ്റ് വേണം. പക്ഷേ അതിൽ ഞാൻ നിധിയെയാണ് കൊണ്ടുപോവാൻ പോകുന്നത്. ഞാൻ നിധിയെ നാളെ തന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. നിധിയുടെ നിരപരാധിത്വം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ നിധിയെയും കൂട്ടിയിട്ടാണ് ബാംഗ്ലൂരിലേക്ക് പോവുകയുള്ളൂ എന്നും പറഞ്ഞ ശേഷം ഗൗതം നേരെ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പാറുവിനും ഗോപിനാഥിനൊക്കെ നല്ല സന്തോഷമാവാണ്. പ്രണവിനും വസുന്ധരയും ശിവാനിയും കൂടിയിട്ട് ആകെ അന്തം വിട്ടിട്ട് എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും നിധിയെ ഈ വീട്ടിലേക്ക് വരുന്നത് തടയണം എന്നൊക്കെ ചിന്തിച്ച് കൂട്ടാണ്. അങ്ങനെ ശിവാനി രേണുകൾക്കും വിളിക്കുന്നുണ്ട്, വസുന്ധരയാണെങ്കിലോ മിഥുനും വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മിഥുനോട് പറയുന്നുണ്ട്, നിധിയെ നാളെ തന്നെ ഗൗതം ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയാണത്തെ, എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവും മിഥുൻ. പിന്നെ നിൻ്റെ എല്ലാ കള്ളത്തരും ഇപ്പോൾ ഗൗതം മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിന്നെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാവും അവൻ ചെയ്യുക. അതുകൊണ്ട് എനിക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല. നീ എന്തെങ്കിലും ചെയ്തോ, അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെയാണ് ഇനി പാരയാവാൻ പോകുന്നത്. നിന്നെ ഗൗതം എന്തായാലും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ വസുന്ധര വിളിച്ച് പറയുകയാണ് കേട്ടോ. അപ്പോൾ വസുന്ധരയോട് പറയണ, മാഡം ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാനൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഒരിക്കലും ഗൗതമും നിധിയും ഒന്നാവില്ല, അത് ഞാൻ മാഡത്തിന് തരുന്ന വാക്കാണ് എന്നും പറഞ്ഞ ശേഷമാണ് കേട്ടോ ഫോണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ മിഥുൻ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് നിധിയെ തട്ടിക്കൊണ്ടു പോവാൻ തന്നെയാണ് കേട്ടോ. ഈ സമയത്ത് ശിവാനിയാണെങ്കിലോ രേണുകൾക്ക് വിളിച്ച് പറയുകയാണ്, നാളെ തന്നെ ഗൗതം നിധിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് അമ്മ, എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവും, അവൾ ഒരിക്കലും ഈ വീട്ടിലേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ശിവാനി വിളിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നിധി അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ. ഗൗതം വിളിക്കാൻ വരാം എന്ന് പറഞ്ഞ സമയത്ത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാം എന്നൊക്കെ കരുതിയിട്ടാണ് നിധി പോവാൻ വേണ്ടി ഒരുങ്ങുന്നത്. അങ്ങനെ ചന്ദ്രികയോട് പറയുന്നുണ്ട് കേട്ടോ, അമ്മേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാം, ഗൗതം സാർ എന്നെ ഇന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് നിധി പോവാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പോൾ ശിവാനി പറഞ്ഞ കാര്യം രേണുക ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിധിയുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരുപാട് ഓയിൽ അങ്ങ് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ രേണുക. എന്നിട്ട് നിധി അതിൽ ചവിട്ടിയ ശേഷം തലയും കുത്തി വീഴും, എന്നിട്ട് തണ്ടലൊടിഞ്ഞ് അവിടെ തന്നെ കിടപ്പിലാവും എന്നൊക്കെയാണ് രേണുക മനസ്സിൽ ചിന്തിച്ച് കൂട്ടുന്നത്. അങ്ങനെ ഒരുപാട് ഓയിൽ ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധിയാണെങ്കിൽ റൂമിൽ നിന്ന് കടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നിധിയുടെ കയ്യിലാണെങ്കിൽ ഫോൺ ഉണ്ടാവും. അങ്ങനെ ഫോണിലേക്ക് ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ നിധി കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ 2-3 തവണ നിധി ഡോറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നെയും വീണ്ടും റൂമിനകത്തേക്ക് കയറിയിട്ട് ഓരോ സാധനങ്ങൾ മറന്നു വെക്കുന്നതിൻ്റെ പേരിൽ അത് എടുക്കാൻ വേണ്ടി നിധി വീണ്ടും പോവുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ രേണുക ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്, ഇവളെന്താ ഇടയ്ക്കിടയ്ക്ക് അകത്തേക്ക് തന്നെ കയറി പോകുന്നത്. ആ ഓയിലൊന്ന് ചോട്ടിയ ശേഷം അവൾ നടുവും കുത്തി വീണുന്നതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാത്തിരിക്കുന്നത്. ഇവളെന്താ അതിൽ ചവിട്ടാത്തത് എന്നൊക്കെ ഇങ്ങനെ രേണുക മനസ്സിൽ ചിന്തിച്ചിട്ട് ഇങ്ങനെ ഒളിച്ചു നിൽക്കാണ്ട്. അപ്പോൾ വസുന്ധര രേണുകക്ക് ഫോൺ ചെയ്യുന്നത്. അപ്പോൾ രേണുക, ആരാണ് ഇപ്പോൾ ഇനി ഈ സമയത്ത് വിളിക്കുന്നത്, അവളൊന്ന് തലയും കുത്തി വീഴുന്നത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഞാനിവിടെ എന്നൊക്കെ രേണുക മനസ്സിൽ ചിന്തിക്കാണ്ട്. അപ്പോൾ വസുന്ധരയുടെ ഫോണാണെന്ന് കാണുമ്പോൾ ഇനിയിപ്പോൾ എന്തിനാ ഇത് വിളിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ഫോൺ എടുക്കാൻ കേട്ടോ. എന്നിട്ട്, എന്താ മേഡം, എന്തിനാണ് വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. ഇന്ന് നിധിയെ ഗൗതം വിളിച്ചുകൊണ്ട് വരാനാണ് പോകുന്നത്. അത് തടയാൻ ഞങ്ങളൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. നിധിയെ എങ്ങനെയെങ്കിലും അമ്പലത്തിലേക്ക് പറഞ്ഞയക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വിളിക്കുന്നത്. അവിടെ മിഥുൻ കാത്തു നിൽക്കുന്നുണ്ട്. അവളെ ഇന്ന് തന്നെ തട്ടിക്കൊണ്ടു പോവുകയാണ് മിഥുൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ രേണുകൾക്ക് നല്ല സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോൾ നിധിയെ എത്രയും പെട്ടെന്ന് അമ്പലത്തിലേക്ക് പറഞ്ഞയക്കണം എന്ന് രേണുക മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ ഫോൺ വെച്ച ശേഷമാണ് കേട്ടോ രേണുക ഓടി ചെല്ലുകയാണ് കേട്ടോ നിധിയെ ആ ഓയിലിൽ ചവിട്ടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്.
ഇവിടെ ആരോ എണ്ണ ഒഴിച്ചിട്ടുണ്ട് തറയിൽ, അതുകൊണ്ട് നിധി സൂക്ഷിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രേണുക ഓടി വരികയാണ്. പക്ഷേ രേണുക തന്നെയാണ് കേട്ടോ ആ എണ്ണയിൽ ചവിട്ടി താഴേക്ക് തലയും കുത്തി വീഴുന്നത്. അങ്ങനെ അയ്യോ എൻ്റെ ദൈവമേ, ആരാണ് ഇവിടെ എണ്ണ ഒഴിച്ചത്, എൻ്റെ നടു ഒടിഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് അലറി വിളിക്കാൻ കേട്ടോ. അങ്ങനെ നിധി റൂമിൽ നിന്നും വരുന്ന സമയത്ത് രേണുക വീണ് കിടക്കുന്നത് കാണുകയാണ്. അപ്പം നിധിക്ക് കാര്യം മനസ്സിലാവുകയാണ്, ഞാൻ വീഴാൻ വേണ്ടിയിട്ട് അമ്മായി തന്നെ ഇത് ചെയ്തതാണ് എന്നുള്ള കാര്യം നിധിക്ക് മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ അയ്യോ അമ്മായി എന്ത് പറ്റി, ആരാ ഇവിടെ എണ്ണ ഒഴിച്ചത് എന്നൊക്കെ നിധി ചോദിക്കുകയാണ്. അപ്പോൾ നിധിയോട് പറയുകയാണ് രേണുക, അയ്യോ അത് എൻ്റെ കയ്യിൽ നിന്നും വീണതാണ്, ഞാൻ നിന്നോട് അത് ചവിട്ടല്ലേ എന്ന് പറയാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ തന്നെ അതിൽ ചവിട്ടി വീണു എന്നൊക്കെ പറയണ്ട. അങ്ങനെ ഒരുപാട് നുണകളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പതുക്കെ രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്രികയും അശോകുനും കൂടി വരികയാണിട്ട്. എല്ലാവരും കൂടിയിട്ട് രേണുകയെ പിടിച്ച് കട്ടിലിൽ കൊണ്ടുപോയി കിടത്താൻ കേട്ടോ. എന്നിട്ട് നിധിയോട് പറയണം, മോളെ നിധി, നീ ഇന്ന് പോകുന്നതല്ലേ, അതുകൊണ്ട് അമ്പലത്തിൽ പോയി മനസ്സുരുക്കി ഒന്ന് പ്രാർത്ഥിച്ചേക്ക്, എന്നതിൻ്റെ ശേഷം മാത്രം ഗൗതമിൻ്റെ കൂടെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് രേണുക അങ്ങ് നല്ല പിള്ള ചമയാൻ നോക്കാൻ കേട്ടോ. എന്നിട്ട് നിധിയെ അമ്പലത്തിലേക്ക് പറഞ്ഞയക്കാണ്. അപ്പോൾ മിഥുനാണെങ്കിൽ ആളെ വിട്ട് നിധിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചന്ദ്രി കൂടി പോവാൻ വേണ്ടി ഒരുങ്ങാട്ടോ. അപ്പോൾ ചന്ദ്രികയോട് രേണുക പറയും, നീ പോവല്ലേ, എനിക്കിപ്പോൾ ഇങ്ങനെ വയ്യാത്ത സമയമല്ലേ, എനിക്ക് തീരെ എണീക്കാൻ പോലും വയ്യ, നല്ല വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുകയാണ്. അങ്ങനെ നിധിയെ മാത്രം തനിച്ച് പറഞ്ഞയക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ നിധി അമ്പലത്തിൽ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ, വഴിപാടുകളൊക്കെ നടത്താം എന്നുള്ള ഉദ്ദേശത്തിൽ പോവുകയാണ്. മിഥുനാണെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. നിധിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വസുന്ധരയോട് വിളിച്ച് മിഥുൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇന്ന് ഗൗതം സാറും നിധിയും കണ്ടുമുട്ടില്ല, അവരൊരിക്കലും ആ വീട്ടിലേക്ക് വരില്ല, നിധിയെ ഞാൻ ഇന്ന് തന്നെ സ്വന്തമാക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്ടോ വസുന്ധരയെ വിളിച്ചിട്ട് മിഥുൻ പറഞ്ഞിട്ടുണ്ടാവും. അതുപ്രകാരം തന്നെയാണ് രേണുകയെ വിളിച്ച് വസുന്ധര ഇതെല്ലാം പറയുന്നത്. അങ്ങനെ നിധി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ മിഥുൻ തട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ ഗൗതം ഇക്കാര്യം അറിയുകയാണ് കേട്ടോ. ഗൗതമിനെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയാണെങ്കിലും ആകെ പേടിക്കുന്നുണ്ട്, നിധി ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ എന്നുള്ള ഭയത്തിൽ ചന്ദ്രയും കൂടി പിന്നീട് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിധിയെ അവിടെ കാണുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ചന്ദ്രയാണ് ഗൗതമിനെ വിളിച്ച് പറയുന്നത്, നിധി അമ്പലത്തിലേക്ക് രാവിലെ തൊഴാൻ വേണ്ടി വന്നതാണ്, പക്ഷേ ഇതുവരെയും വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല, അപ്പോൾ ഞാനും കൂടി വന്ന് നോക്കിയപ്പോൾ ഇവിടെയൊന്നും നിധി ഇല്ല മോൻ, എനിക്കാകെ പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗൗതമിനെ വിളിക്കുന്നത്. അങ്ങനെ ഗൗതം നേരെ അമ്പലത്തിലേക്ക് വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ വന്ന് നോക്കുന്ന സമയത്തൊക്കെ നിധി അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കണം. പിന്നീടാണ് ഗൗതമിനെ മിഥുൻ വിളിക്കുന്നുണ്ട്. മിഥുൻ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നിനക്ക് നിധിയെ കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണി സ്വരത്തിലാണ് കേട്ടോ മിഥുൻ വിളിക്കുന്നത്. അങ്ങനെ ഗൗതം നിധിയെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സമയത്ത് മിഥുൻ്റെ മനസ്സിലുള്ള പ്ലാൻ ഗൗതമിനെ ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് കേട്ടോ. ഇന്ന് തന്നെ ഗൗതമിൻ്റെ ശല്യം തീർക്കണം, എന്നിട്ട് വസുന്ധര വിചാരിക്കുന്നത് പോലെയല്ല ഞാൻ എന്താണ് മനസ്സിൽ കരുതിയത് എന്നുള്ളത് പിന്നീടാണ് വസുന്ധരയ്ക്ക് അറിയാൻ പോകുന്നതുള്ളൂ എന്നൊക്കെ സ്വയം മിഥുൻ ഇങ്ങനെ മനസ്സിൽ കരുതാൻ കേട്ടോ. നിധി ഇന്ന സ്ഥലത്തുണ്ട്, അവിടേക്ക് വന്നാൽ ഗൗതം നിനക്ക് അവളെ രക്ഷപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ ഗൗതം നിധിയെ രക്ഷിക്കാൻ വേണ്ടി അവിടേക്ക് പോവുകയാണ്. അങ്ങനെ ഒരുപാട് ഗുണ്ടകളെയും മിഥുൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ മിഥുൻ്റെ പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. അവരെ എല്ലാം നിലംപരിശമാക്കിയ ശേഷം നിധിയെ അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് ഗൗതമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മിഥുൻ തോക്കുമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നേരെ വെടിവെക്കുന്ന സമയത്ത് ശിവാനി അപ്പോഴത്തേക്കും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശിവാനിയുടെ കൈകളിലേക്കാണ് മിഥുൻ വെക്കുന്ന ആ വെടിയുണ്ട കയറുന്നത്. അപ്പോഴത്തേക്കും അവിടേക്ക് പോലീസുകാരൊക്കെ വരും കേട്ടോ. ഗൗതം വിളിച്ച് പറഞ്ഞ പ്രകാരം തന്നെ പോലീസൊക്കെ വന്ന് മിഥുനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ശിവാനിയെ ഗൗതമും നിധിയും കൂടി നേരെ ആശുപത്രിയിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശിവാനിയുടെ കയ്യിലേക്ക് വെടിയുണ്ട കയറുന്നത്. അങ്ങനെ ശിവാനിയെയും കൂട്ടിയിട്ട് ഗൗതമും നിധിയും നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്.